ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഇന്ന് അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ശേഷം ബാങ്ക് നിഫ്റ്റി ലെവൽസിനെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഗ്ലോബൽ മാർക്കറ്റ് എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. 217 പോയിന്റ്സ് ആണ് അപ്സൈഡ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ S&P 500 നാസ്ഡാക്ക് നെഗറ്റീവ്ലി ആണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ്സിൻ്റെ നിലവിലെ അവസ്ഥ ടോട്ടലി എല്ലാ മാർക്കറ്റ്സും നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നു എന്നാണ് യൂറോപ്യൻ മാർക്കറ്റ്സിൻ്റെ സൂചനകൾ നൽകുന്നത്. ബെയറിഷ് ആണ് ടോട്ടലി ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചറലി അവിടെ നടക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമുക്കറിയാം. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് 23,584 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് നിലവിൽ 130+ പോയിന്റ്സിൻ്റെ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. സോ മേ ബി നമുക്കും ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിലേക്ക് ഇപ്പോൾ 130-150 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ നമുക്കും പ്രതീക്ഷിക്കാം നമ്മുടെ മാർക്കറ്റിൽ. ജാപ്പനീസ് മാർക്കറ്റ്സും ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് സ്ട്രേറ്റ് ടൈംസ്, നിക്കി 225, ഹാങ്സങ്, തായ്വാൻ വൈറ്റഡ് എല്ലാം ഏഷ്യൻ മാർക്കറ്റ്സ് പൊതുവെ എല്ലായിടത്തും നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാൻ, ഗ്ലോബൽ മാർക്കറ്റ്സ് ടോട്ടലി നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ നിഫ്റ്റിയിൽ ഇന്നലെ നടന്ന കാര്യം നമുക്കറിയാം. ഒരു സെല്ലിംഗ് മൂഡിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. ആൻഡ് ഒരു പ്രധാന ഡിമാൻഡ് ഏരിയലിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലോ 23,540 റേഞ്ച് ഇന്നത്തെ ലോ എടുത്തിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് വീണ്ടും ഗ്യാപ്പ് ഡൗണിലേക്ക് പോകുകയാണെങ്കിൽ അടുത്ത മേജർ ഒരു ഏരിയ ഞാൻ പറയുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം ഈ ഒരു സെല്ലിംഗ് മൂഡ് അവസാനിച്ചില്ലെങ്കിൽ മാർക്കറ്റ് ഇനി ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ളത് 21,750 സോണിലാണ് മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, ഈ ഒരു സെല്ലിംഗ് സ്ട്രക്ചർ നിന്നില്ലെങ്കിൽ എന്തായാലും മോസ്റ്റ് പ്രോബബിൾ ഡിമാൻഡ് ഏരിയ ഞാൻ ഇതായിട്ടാണ് കണക്കാക്കുന്നത്. 21,000. ഇത്രയും ഒരു 7% കൂടെ ഡൗൺ സൈഡ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെല്ലിംഗ് സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. എന്തായാലും ഈ ഒരു സോണ് 23,540 എന്നുള്ള റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഞാൻ കണക്കാക്കുന്നത് 21,790 എന്നുള്ള സോണിലേക്ക് എത്തുമെന്നാണ്. അപ്പോൾ ഇവിടെ വരെ മാർക്കറ്റിൻ്റെ ഒരു ബെയറിഷ് മൂഡ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്വിംഗ് ട്രേഡ്സ് ഒക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വളരെ മൈന്യൂട്ട് ആയിരിക്കും. അതിൻ്റെ ക്വാണ്ടിറ്റീസും ആ രീതിയിൽ കൺട്രോൾ ചെയ്തായിരിക്കും ഞാൻ ഏതെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രാഡേ മൂവ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇൻട്രാഡേ മൂവ്മെൻറ്റ്സിലാണെങ്കിൽ നമുക്കറിയാം ഇനി വരാൻ നേരം ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ സൈഡ് ആണെങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ നിന്നും തിരിച്ച് കയറുവാണെങ്കിൽ 23,500 സോൺ ഈ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് തിരിച്ച് കയറുവാണെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു സെല്ലിംഗ് ഏരിയ ആയിട്ട് 23,800 ആൻഡ് അവിടെ നിന്ന് ഒരു സെല്ലിംഗ് സോണായിട്ട് 23,960 ഞാൻ കണക്കാക്കും. ഇൻട്രാഡേ മൂവ്മെൻറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഈ രണ്ട് ഏരിയയും കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 24,928 എന്ന് പറയുന്ന ഒരു സെല്ലിംഗ് സ്ട്രക്ചറിലേക്കായിരിക്കും ഞാൻ കണക്കാക്കുക. അപ്പോൾ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സെല്ലിംഗ് മൂഡ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിന് ഹോൾഡ് ഡൗൺ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഈ ഒരു റേഞ്ചസിലോട്ടായിരിക്കും മോസ്റ്റ് പോസിബിളി മാർക്കറ്റിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി 23,270 ആൻഡ് 22,800. ഇങ്ങനത്തെ ഏരിയാസിലായിരിക്കും മാർക്കറ്റ് പിന്നെ ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ളത്. സോ ഈ ഒരു മൈനർ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പം നിഫ്റ്റിയിലെ ആ ഒരു വേറെ സ്ട്രക്ചർ മനസ്സിൽ കണ്ട് മാത്രം സ്റ്റോക്സിലോട്ടൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, JK ലക്ഷ്മിയെ പ്രിഫേർഡ് ബിഡറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ജുപ്യാഹാർ ന്യൂ ഉംറാങ്സോ ലൈംസ്റ്റോൺ ബ്ലോക്ക് ആസാമിലെ ഒരു ലൈംസ്റ്റോൺ ഏരിയയിലെ പ്രിഫേർഡ് ബിഡറായിട്ട് കണക്കാക്കിയിട്ടുണ്ട് JK ലക്ഷ്മി സിമെന്റ്സിന്റെ. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ബാലാജി അമൈൻസിനാണ്. ബാലാജി അമൈൻസ് ഒരു ലോജിസ്റ്റിക്സ് ഡിസ്ട്രപ്ഷൻ, ഇറാൻ ഗൾഫ് വാറുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ലോജിസ്റ്റിക്സിൽ ഡിസ്ട്രപ്ഷൻസ് നേരിടുന്നുണ്ട്. റോ മെറ്റീരിയൽസ് ഒക്കെ പ്രൊക്യൂർ ചെയ്യുന്ന ബന്ധപ്പെട്ട്, അമോണിയ പ്രൊക്യൂർ ചെയ്യുന്ന ബന്ധപ്പെട്ട് മീഥൈൽ അമൈൻസ്, ഈഥൈൽ അമൈൻസ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അത്യാവശ്യം വേണ്ട ഒരു റോ മെറ്റീരിയലാണ് അമോണിയ. അപ്പോൾ അത് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഡിസ്ട്രപ്ഷൻസ് നേരിടുന്നുണ്ട്. പിന്നെ ഇപ്പം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ എന്താണ് ഒരു റിസൾട്ട് ലൈക്ക് ഇമ്പാക്റ്റ് ഇപ്പം നിലവിൽ അവർ കണക്കാക്കിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ബാലാജി അമൈൻസിന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ന്യൂസിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് പിന്നെ ഗ്രാവിറ്റി ഇന്ത്യയിലെ ന്യൂസ് എന്ന് പറയുന്ന കമ്പനി ഒരു ഡെഫിനിറ്റീവ് എഗ്രിമെൻറ്റ്, അക്വിസേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ മെറ്റൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട്. അപ്പം അതൊരു ന്യൂസായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ വലിയ ന്യൂസസ് ഒന്നുമില്ല. അപ്പം അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസസ് ആണ്. അപ്പം ഇന്നലെ നടന്ന പ്രൈസ് ആക്ഷനിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയ 1-2 സ്റ്റോക്സ് ഞാൻ നിങ്ങളടുത്ത് സൂചിപ്പിക്കാം.
ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ് NLC ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി. ഞാൻ കുറച്ച് കാലമായിട്ട് മീഡിയം ടേം ഹോൾഡ് ചെയ്യുകയാണ്. ബട്ട് ഒരു സ്ട്രക്ചറലി ഒരു നല്ലൊരു ബ്രേക്ക് വന്നില്ല. എന്തായാലും ക്യൂസിന് ശേഷം മാർക്കറ്റ് ഇന്നലെ പവർ സെക്ടർ ബേസ്ഡ് സ്റ്റോക്സിലൊക്കെ ഒരു മൂവ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ NLC ഇന്ത്യ ഞാൻ നിലവിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ NLC ഇന്ത്യയിൽ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കിയാൽ അറിയാം, ഈ ഒരു നല്ലൊരു സപ്ലൈ ടെസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഇത്തിരി സപ്ലൈ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. എന്തായാലും 270 റേഞ്ച് അത്യാവശ്യം മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേടുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് ഈ NLC ഇന്ത്യ ഈ ഒരു സപ്ലൈ അതിജീവിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഓറോബിന്ദോ ഫാർമ കണ്ടിട്ടില്ലേ, കണ്ടിന്യൂസ്ലി ഒരു ഡൗൺ സൈഡിന് ശേഷം ഒരു നല്ലൊരു സോൺ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വയ്ക്കുക. ശേഷം സ്റ്റൗക്രാഫ്റ്റ് ഞാൻ ട്രേഡ് എടുത്ത സ്റ്റോക്കാണ്, ഇപ്പം നിലവിൽ ഹോൾഡ് ചെയ്യുന്നില്ല. എന്തായാലും സ്റ്റൗക്രാഫ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തിരിച്ച് റീറ്റസ്റ്റ് സോൺസിലേക്ക് വരുന്നുണ്ട്, 490 ഏരിയാസിലേക്ക്. അപ്പം ഇത്രയും സ്റ്റോക്സ് ഒക്കെയാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് ഓക്കെ ആയാൽ മാത്രമേ ഞാൻ എന്തായാലും കൂടുതൽ വലിയ പൊസിഷൻസിലേക്ക് പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഇതേപോലെ വാച്ച് ചെയ്യാനാണ് ഞാൻ ഇൻട്രസ്റ്റിംഗിൽ നിൽക്കുന്നത്. ഒമ്നിടെക് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, ഇതൊക്കെ ഇന്നലെ ഞാൻ എടുത്ത സ്റ്റോക്കാണ്, ഇൻട്രാഡേ എടുത്ത് വിട്ട സ്റ്റോക്കുകളാണ് ഇതൊക്കെ. വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം മാർക്കറ്റ് അത്രയും ടഫ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രോഫിറ്റും പ്രതീക്ഷിക്കുന്നില്ല. മീഡിയം ടേം സ്റ്റോക്സ് അതേപോലെ ഹോൾഡ് ചെയ്ത് വരുന്ന മാസങ്ങളിൽ പ്രോഫിറ്റ് എടുക്കാന്നുള്ള മൈൻഡ് സെറ്റാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.